ഹായ് ഹലോ. ഞാനിന്ന് ഞങ്ങൾ ഊസ്റ്ററിന് പോയ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ ഊസ്റ്ററിന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. എനിക്ക് കുറച്ച് ക്ലോത്ത്സ് മേടിക്കണം, പിന്നെ അത്യാവശ്യം കുറച്ച് മലയാളി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. പിന്നെ ഓഫുള്ള ദിവസം, പ്രത്യേകിച്ച് വെയിലുള്ള ദിവസമാണെങ്കിൽ പുറത്ത് പോകാൻ ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇവിടെ കിട്ടാത്തൊരു സാധനം വെയിലായതുകൊണ്ട് ഞാൻ വെയിലെപ്പോൾ കണ്ടാലും ഞാൻ മിസ് ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. ഞാൻ രാകേഷിനോട് വെയിലുള്ള ദിവസം പ്രത്യേകിച്ചാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും രാകേഷ് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകണം നിർബന്ധമാണ്. കാരണം വെയിൽ കൊള്ളുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി എടുക്കുന്നതാണ്. ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൗൺസിലറിൻ്റെ അണ്ടറിലുള്ള പാർക്കിംഗ് ആണ്. ഇത് പ്രീപെയ്ഡ് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റൊക്കെ മുൻകൂട്ടി അടച്ചിട്ട് വേണം ഇവിടെ പാർക്കിംഗ് ഇതെടുക്കാനായിട്ട്. ഇവർ നമുക്കൊരു സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് തരും. ആ സ്ലോട്ടിൽ തന്നെ വണ്ടി ഇടാൻ പാടുള്ളൂ. പിന്നെ ഈ വണ്ടി ഇടുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി നിൽക്കണം എന്നൊക്കെയുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് അവർ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഈ പാർക്കിംഗ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാം, എപ്പോൾ വേണമെങ്കിലും വണ്ടി അവിടെ കൊണ്ടിടാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ ഒരു പാർക്കിംഗ് കൊണ്ട്. പിന്നെ ഇത് പോണ വഴി കുറച്ച് റോഡ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഷോട്ട് എടുത്തതാണ്. ഇത് ഞാൻ പോണ വഴി കാറിലിരുന്ന് വെയിൽ കൊണ്ടതാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിൽ തന്നെയായിരുന്നു അത്. പിന്നെ ഊസ്റ്ററിൽ പോകാൻ കാര്യം എന്ന് വെച്ചാൽ ഊസ്റ്റർ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. കാരണം എല്ലാ ഷോപ്പുകളും എനിക്കിവിടെ അടുത്ത് എല്ലാ ഷോപ്പുകളുള്ള ഏരിയ എന്ന് പറഞ്ഞത് ഊസ്റ്റർ തന്നെയാണ്. ഈവൻ പ്രിമാർക്ക്, അസ്ത, അൽദി എന്ന് വേണ്ട ഇവിടത്തെ ഉള്ള എല്ലാ ഒരു ഫേമസ് ആയ ഷോപ്പുകളും അവിടെ നമുക്ക് കിട്ടും. ഈവൻ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ എല്ലാം ഉണ്ടെന്നുള്ളതാണ് ഊസ്റ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഊസ്റ്ററിന് പോയത്. പിന്നെ ഊസ്റ്ററിലൊരു പള്ളിയുണ്ട്, ഫേമസ് ആയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതിലിടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. പിന്നെ ഊസ്റ്ററിൽ എത്തിയപ്പം ഞങ്ങൾ ഫേസ് ചെയ്തൊരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് തന്നെയായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒത്തിരി പുതിയ സ്റ്റോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ സ്റ്റോളുകൾ എല്ലാം മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഈ പുതിയ സ്റ്റോളുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഞങ്ങൾ അസ്റ്റയുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഷോപ്പിൽ ഇപ്പോൾ അസ്റ്റേ തന്നെയായാലും പാർക്ക് ചെയ്യുവാണെങ്കിൽ അവർ നമുക്ക് ഇത്ര ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ള വണ്ടി അവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ പാർക്കിംഗ് ഫീ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് ഈ ഒരു ഇത് കവർ ചെയ്തിട്ട് വരണം. നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വരേണ്ടിയിരുന്നു. അപ്പോൾ സ്ട്രീറ്റിൽ കൂടെ ഇറങ്ങി നടക്കുന്നൊരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ സ്ട്രീറ്റിൽ ഞാൻ മെയിനായിട്ട് പ്രൈമാർക്കിൽ പോകണമെന്ന് കരുതി പോയതാണെങ്കിൽ കൂടെ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ സ്ട്രീറ്റിലെ സ്റ്റോളുകളിൽ കയറിയിട്ടാണ്. കാരണം ഇത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുള്ളതായതുകൊണ്ട് തന്നെ ഒത്തിരി റിഡക്ഷനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം, ഈ ഷോപ്പുകളൊന്നും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഷോപ്പുകളുടെ കാര്യം അറിയില്ല. ചില ഷോപ്പുകളുടെ ഒന്നും കാർഡ് എടുക്കത്തില്ല. നമ്മൾ ക്യാഷായിട്ട് തന്നെ പേ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോളുകളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ കുറച്ച് ക്യാഷായിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പോണ വഴി നല്ല തിരക്കായിരുന്നു. നോർമലി ഞാൻ ഈ വഴിയൊക്കെ പോകുമ്പം എനിക്ക് അത്ര തിരക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം നല്ല തിരക്കായിരുന്നു. ഈവൻ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രീറ്റും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ആൾക്കാരും ഈവൻ ഡ്രസ്സിങ്ങിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പുകളാവട്ടെ എല്ലാം വെൽ ഡെക്കറേറ്റഡ് ആയിരുന്നു ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിനെയൊക്കെ വരവേൽക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാനിവിടെ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫുഡുകളുണ്ടായിരുന്നു ഇവിടെ. ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഒരു ഫുഡ് എക്സിബിഷൻ പോലെയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കുറച്ച് ഷോപ്പിൽ കയറി ഫുഡ് ടേസ്റ്റ് ചെയ്തു. അത്യാവശ്യം എനിക്ക് ചില ഫുഡുകൾ ഇഷ്ടപ്പെട്ടു, ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയായിരുന്നു അവിടെ. പിന്നെ ഷോപ്പുകളിൽ കയറി ഇറങ്ങി പ്രൈസ് ചോദിച്ചു, അങ്ങനെ കുറച്ച് നടന്നു. പിന്നെ എല്ലാ ഷോപ്പുകളിലും കയറിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരിതില്ല. നമ്മളിപ്പോൾ ഓരോ ഷോപ്പിൽ കയറുമ്പോഴും അവരുടെ പെർമിഷൻ ചോദിക്കണം, വീഡിയോ എടുത്തോട്ടെ. ഇത് ഞാനിപ്പോൾ പോണ വഴി ജസ്റ്റ് എടുത്തതാണ്, വീഡിയോ ഓൺ ചെയ്തിട്ടിട്ട്. അല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി അവരുടെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ ഷോപ്പിലും കയറി അങ്ങനെ ചോദിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ഷോപ്പുകളിൽ കയറിയിട്ട് ഇപ്പം ഞാൻ കയറി എനിക്കിഷ്ടപ്പെട്ട ഷോപ്പുകളിൽ ഞാൻ കയറിയിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ചു. പക്ഷേ അവരെല്ലാം നല്ലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ആരും അങ്ങനെ നോ പറഞ്ഞില്ല എന്നോട്. എല്ലാവരും വീഡിയോ എടുത്തോളാം തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഒരേ ഇത് നോക്കി ഇങ്ങനെ നടന്നിട്ട് എല്ലാ ഷോപ്പും, കാരണം ഓരോ ഷോപ്പിലും ഡിഫറെൻറ്റ് സാധനങ്ങളായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുള്ള കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ആ സ്ട്രീറ്റിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഷോപ്പുകളിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഞാൻ കൂടുതൽ സമയം അന്ന് സ്പെൻഡ് ചെയ്തത് ഈ സ്ട്രീറ്റിൽ തന്നെയാണ്. പിന്നെ ഇത് ഞാൻ നോർമലി പ്രൈമാക്കി പോകുമ്പം കാണുന്ന സ്ഥിരം കയറുന്ന ഫ്ലവർ ഷോപ്പാണ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഫ്ലവേഴ്സൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ കയറി നോക്കാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം പോയപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് അവിടെ ഈവൻ നോർമലി കാണുന്നതിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ബഞ്ച് ഓഫ് റെഡ് റോസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാണിച്ചിട്ട് ഞാൻ രാകേഷിനോട് എനിക്കിത് ഗിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ഒട്ടുമിക്ക ഷോപ്പുകളിൽ തന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ലൈറ്റിങ്സും ക്രിസ്മസ് ട്രീയും എല്ലാം ഒരു നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി തരുന്ന ഒരു സംഭവം തന്നെ. ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇവർക്ക് ക്രിസ്മസ് സീസണിൽ മാത്രം ഇടുന്ന ഒരു ഡ്രസ്സുണ്ട്, ക്രിസ്മസ് ജമ്പർ എന്ന് പറയും അതിനെ. അപ്പോൾ ഈ ഡിസംബർ സീസണിൽ മാത്രമേ ആ ഡ്രസ്സ് ഇടാറുള്ളൂ. ഇവിടുത്തെ എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഞാനിപ്പോൾ കയറിയ എല്ലാ ഷോപ്പിലെയും എല്ലാ സെയിൽസിലുള്ളവരും അതുപോലെ ആ ഷോപ്പിൻ്റെ ഓണേഴ്സ് തന്നെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ക്രിസ്മസ് സീസണിൽ ഇടുന്ന ഡ്രസ്സുകൾ, ഒരു ജമ്പറാണ്. പിന്നെ ഇവർക്ക് ഈ ജമ്പർ ഇടാനായിട്ട് ഒരു ദിവസമുണ്ട്, ഡിസംബർ 7. ആ ദിവസം ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് ജമ്പേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ ക്രിസ്മസ് റിലേറ്റഡ് ഈ ഒരു ടോപ്പാണ് ഇടുന്നത്, റെഡും അതുപോലെ ബാക്കി ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫീല് തരുന്ന ഡ്രസ്സായിരിക്കും അത്. പിന്നെ ഈ ഷോപ്പിൻ്റെ പ്രൈമാർക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഒരു സെക്ഷൻ ക്രിസ്മസിന് മാത്രമുള്ളതായിരുന്നു, ക്രിസ്മസ് ടിമ്പേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് പ്രൈമാർക്കിൻ്റെ ഉള്ളിലെ മിററാണ്. ഞാനെപ്പോൾ പ്രൈമാർക്കിൽ പോയാലും ഈ ഒരു മിററിൽ വീഡിയോ എടുക്കാൻ മിസ് ചെയ്യാറില്ല. പിന്നെ ഇത് വരുന്ന വഴി കണ്ടൊരു കൗതുകകരമായ കാഴ്ചയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു, ജസ്റ്റ് വീഡിയോ എടുത്തു. അതുകൂടാതെ വേറെ മറ്റുള്ളവർക്ക് ഫോട്ടോ എടുത്തും കൊടുത്തു. അപ്പം അതാണ് ഇത് നല്ലൊരു ഇതായിരുന്നു. കാരണം അതിലൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ ആ ഡോൾസ് പാടും, ക്രിസ്മസിൻ്റെ സോങ്സ് പാടും. അപ്പോൾ അതായിരുന്നു. ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ ഇടുന്നില്ല, കാരണം ഞാൻ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ബിലോ ഹാഫ് ആൻ അവറേ സ്പെൻഡ് ചെയ്തുള്ളൂ. ബാക്കി സമയം മുഴുവൻ സ്ട്രീറ്റിലായിരുന്നു. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഷോപ്പിൽ എനിക്കധികം സമയം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് എവിടെ ഇരിക്കുന്ന സാധനങ്ങളെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയിട്ട് കൃത്യമായിട്ട് എടുത്തിട്ട് വരുമായിരുന്നു. കാരണം മുമ്പ് പോയ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്കറിയാം എന്തൊക്കെ എവിടേക്ക് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോത്ത്സ് ഐറ്റം കറക്റ്റായിട്ട് പോയി സൈസ് നോക്കി എടുത്തിട്ട് തിരിച്ചു വരുമായിരുന്നു. ഇത് ഞാൻ പോകുന്ന വഴിയാണ്. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയോ അല്ലെങ്കിൽ ഒരു പാലാ ജൂബിലി അല്ലെങ്കിൽ മണൽപ്പുറം കാഴ്ചകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കേരളം മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഈ വഴി നടന്നപ്പോൾ. കാരണം ചുറ്റും ലൈറ്റും ആ ഊഞ്ഞാലും പിന്നെ കുട്ടികൾക്കുള്ള അതും. ഇപ്പോൾ ഞാൻ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുമെങ്കിലും നല്ല ക്രൗഡഡ് ഏരിയ ആണ്. വെൽ ഓർഗനൈസ്ഡും വെൽ പ്ലാൻഡും ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തത്. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ നല്ല ബഹളമായിരുന്നു ഈ സ്ട്രീറ്റിൽ. ഈ സ്ട്രീറ്റിൻ്റെ ഏത് ഭാഗത്തൂടെ പോയാലും അവിടെ എല്ലാം ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന വേറൊരു കാര്യം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതെല്ലാം മുമ്പത്തെ പാർക്കിംഗ് ആയിരുന്നു. ഇവരതൊക്കെ
ഈ ഒരു ടെമ്പററി സ്റ്റോളായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച ഇവർ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു കേരള നെസ്റ്റു ഉണ്ടായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാറുണ്ട്, ഇത്രയും ഇന്ത്യക്കാരുകൾ ഉണ്ടായിട്ട് ഒരു ഇന്ത്യൻ ഷോപ്പ് പോലും ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുമായിരുന്നു. പിന്നെ എല്ലാം റിസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ എന്താ ക്രൗഡ് ഏരിയാസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും നല്ല സ്പേഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോളിങ്ങൊക്കെ ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നു ഇവിടുത്തെ. പിന്നെ എനിക്ക് നെക്സ്റ്റ് പോകേണ്ടിയിരുന്നത് സ്പോർട്സ് ഡയറക്ടറിലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ നടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ താമസിക്കുന്നിടത്ത് ഒരു സ്പോർട്സ് ഡയറക്ടർ ഉണ്ടെങ്കിൽ കൂടെ ആ ഷോപ്പിൽ കിട്ടുന്നതിലും കൂടുതൽ ബൂസ്റ്ററുള്ള ഷോപ്പിൽ ഉണ്ട്. അപ്പം അത് കുറച്ചും കൂടി വലിയ ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് സ്പോർട്സ് ഡയറക്റ്റിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് സിഗ്നൽ ക്രോസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് ഈ വഴി പോയപ്പോൾ തോന്നിയത്. ഇത് ഞാനിപ്പം +2 പഠിച്ചപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. ഊഞ്ഞാലിൻ്റെ. പിന്നെ ഇവിടുത്തെ ഇരുട്ടിൻ്റെ ടൈം കുറച്ച് മാറി തുടങ്ങി. രാവിലെ 9 ആകുമ്പോഴൊക്കെ വെളുക്കുള്ളൂ. പിന്നെ ഈവനിങ് ഒരു 4 ആകുമ്പോഴത്തേക്ക് ഇരുട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ 3:30 എങ്ങാണ്ടായി അവിടെ നിന്ന് തിരിച്ച് വരുന്ന ഒരു ഇതാണ്. പക്ഷേ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ റോഡിൻ്റെ വേറൊരു കാര്യമാണ്. ഇതിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് നല്ല വെട്ടത്തിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.